ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പോകുന്ന മലയാളികൾ കുറച്ച് പേരെങ്കിലും രണ്ടെണ്ണം അടിക്കുന്നവരാണ്. അവർക്ക് സന്തോഷം ഈ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അതിന് മുമ്പ് അടിക്കുന്നവരില്ലേ? അതുകൊണ്ട് അപ്പോൾ അവർക്ക് എന്തോ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അല്ല, വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ മോഹൻലാൽ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്ന, ഒരു കുളിരൊക്കെ വരുന്ന ചില ആളുകളുണ്ട്. ഏതായാലും ഇപ്പം ഈ വൈകിട്ടൊക്കെ അടിച്ചിട്ട് പോകുമ്പോൾ, വൈകിട്ടല്ല എപ്പോഴാണേലും അടിച്ചിട്ട് പോകുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ബൈക്കാണേലും കാറാണേലും ഓടിച്ചു പോകുമ്പോൾ വഴിയിൽ ഏമന്മാരെ കണ്ടാൽ വലിയ പ്രശ്നമാണ് അല്ലേ? പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. അവർ പിടിച്ചിട്ട് വൻതുക പിഴയല്ല, മറ്റേ സാധനം വെച്ച് ഊതറാന്ന് പറയും അല്ലേ? അതെ, ഊതാൻ പറയുമ്പോഴത്തേക്ക് ഊതാതൊക്കെ മസിൽ പിടിച്ചൊക്കെ നിൽക്കും. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ വൈകിട്ട് രണ്ടര അടിച്ചിട്ട് പോകുമ്പോൾ രാത്രി വെളിച്ചെണ്ണ വായിക്കൊണ്ട ഈ മണം വരില്ല എന്ന്. നേരാണോ സിനു? എനിക്ക് അത്ര ധൈര്യം എങ്കിലും അങ്ങനെ ഒരു ചൊല്ല് നേരത്തെ പോലെ ഉള്ളതാണ്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് പരിചയമില്ല? അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഏലക്ക കഴിക്കുന്നവരുണ്ട്. ഈ മണം അടിക്കുന്ന വലിയ പ്രശ്നം. ബ്രീത്ത് അനലൈസർ എന്ന് പറഞ്ഞ സാധനം അതിൽ ഊതുമ്പോൾ അത് ബീപ്പ് അടിക്കും അല്ലേ? അത് ബീപ്പ് അടിക്കും, സൗണ്ടും വരും, ലൈറ്റും കത്തും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ രാവിലെ അടിച്ചതിൻ്റെ മണം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇത് കത്തു എന്നൊക്കെ പറയുന്നേക്കാം. അല്ല, ഈ ചില മരുന്നുകൾ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ടോണിക്കൊക്കെ കഴിച്ചാൽ അങ്ങനെ, ടോണിക്ക് അല്ലെങ്കിൽ ചില കപ്പ് സിറപ്പ് അല്ലേ? കപ്പ് സിറപ്പ് അടിച്ച് പൂസാവുന്ന ആളുകളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്ത കേട്ടിരുന്നു. ഒരു ഹോമിയോ ഡോക്ടറെ പിടിച്ചു. ഹോമിയോ ഡോക്ടർക്ക് ഹോമിയോ മരുന്നുകൾ ചേർക്കാനായിട്ട് ഏറ്റവും ശുദ്ധമായ ആൽക്കഹോൾ കിട്ടും. പുള്ളി അതടിക്കുക, കൂട്ടുകാർക്ക് ഈ സാധനം കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു എന്ന് പറയുന്നു. ഏതായാലും ഇപ്പം മദ്യപാനം അത് നല്ല പരിപാടിയൊന്നുമല്ല, പക്ഷേ ഇത് അടിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ബ്രീത്ത് അനലൈസറാണ്. ബ്രീത്ത് അനലൈസർ ഇത് ഊതിക്കഴിഞ്ഞിട്ട് ബീപ്പടിച്ചാൽ ലൈറ്റ് കത്തി, അപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, മെഡിക്കൽ എടുക്കണമെന്ന് നിർബന്ധമായും മെഡിക്കൽ എടുത്തേ പറ്റുള്ളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു കോടതി വിധി വന്നു. നിങ്ങൾ ഒരാളെ മദ്യപിച്ച് കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ നടത്തി അതിൻ്റെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേസ് നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെഡിക്കലിന് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ ബ്രീത്ത് അനലൈസറിൻ്റെ ഊത്തലാണ്. അതായത് IASൻ്റെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രിലിംസ് എഴുതണം, പിന്നെ ഫൈനൽ എഴുതണം. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്കാണ് IAS കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. ആദ്യം പോലീസ് പിടിക്കണം, ആദ്യം 2 അടിക്കണം, എന്നിട്ട് വണ്ടി ഓടിക്കണം, എന്നിട്ട് പോലീസ് പിടിക്കണം, പോലീസ് പിന്നെ ഊതിച്ച് കഴിഞ്ഞ് ലൈറ്റ് കത്തിയാൽ അല്ലെങ്കിൽ ഈ ബീപ്പ് അടിച്ചു കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ എടുക്കണം. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാലാണ് നിങ്ങൾ പ്രതിയാകും. അപ്പോൾ ഇതാണല്ലോ നടപടി. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്നറിയാം, പോലീസ് ഈ ബ്രീത്ത് അനലൈസർ എന്ന് പറഞ്ഞ മെഷീൻ പലപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ചിലരൊക്കെ ഊതി കഴിയുമ്പോൾ ആ മെഷീൻ ചത്തുപോകും, മെഷീൻ അടിച്ചു പോകും, അടുത്ത് നിൽക്കുന്ന പോലീസുകാരനും ഓഫായി പോകും. ഇനി ഈ എത്ര ഊതിയാലും വർക്ക് ചെയ്യാത്ത മെഷീനും ഉണ്ട്, ചുമ്മാ ഊതിയാലും വർക്ക് ചെയ്യാത്ത മെഷീനും ഉണ്ട്. മുമ്പൊരു കഥ കേട്ടിട്ടുണ്ട്. വണ്ടി നിർത്തി ഒരു ഫാമിലിയായിട്ട് പോവാണ്, ഒരാളെ ഊതിച്ചു, മെഷീൻ കത്തി. പുള്ളി പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടില്ല. അല്ല, കഴിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ ഭാര്യയെ ഊതിക്കാൻ പറഞ്ഞു. ഭാര്യ ഊതി കത്തി. അപ്പോൾ നിങ്ങൾ 2 പേരോട് അടിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു കാര്യം ചെയ്യും, സാറൊന്ന് ഊതാൻ പറഞ്ഞു. സാറൊന്ന് ഊതിയപ്പോഴും കത്തി. അപ്പം അങ്ങനത്തെ മെഷീനുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രീത്ത് അനലൈസർ മെഷീൻ്റെ കംപ്ലയിൻറ്റ്സ് ഒരുപാടുണ്ട്. പിന്നെ പോലീസുകാർ ബ്രീത്ത് അനലൈസറിൽ ഊതി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പം കണ്ണൂർ ഒരാൾ 2019 ഒരാൾ മോട്ടോർ സൈക്കിളിൽ പോവുകയാണ്, ബൈക്കിൽ പോകുമ്പോൾ രാത്രി പോലീസ് പിടിച്ചു, ഊതിച്ചു, മെഷീൻ കത്തി, ബീപ്പ് ഓടിച്ചു, കേസായി, എല്ലാം വന്നു. പക്ഷേ പുള്ളി പറഞ്ഞു എനിക്കിതിനെ കേസെടുത്ത് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ മദ്യപിച്ചിട്ടില്ല, ഊതിയപ്പോൾ ലൈറ്റും കത്തിയില്ല, ബീപ്പും വന്നില്ല. പിന്നെ പോലീസ് കള്ളക്കേസെടുത്തതാണ്. പോലീസ് പറഞ്ഞ് അങ്ങനെയല്ല, ഇയാൾ ബ്രീത്ത് അനലൈസറിൽ ഊതിയപ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നു, ബീപ്പ് അടിച്ചു എന്നും മെഷീൻ കണ്ടെത്തിയതിൻ്റെ പ്രിൻ്റ് ഔട്ടുണ്ട് എന്ന് പറഞ്ഞ് കോടതി കൊടുത്തു. കോടതി എന്ത് ചെയ്തു? ഹൈക്കോടതിയിലാണ് കേസ് വന്നത്. ഹൈക്കോടതി ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കിയപ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് മെഷീനിൽ നിന്നുള്ള പ്രിൻ്റ് ഔട്ടല്ല, മറിച്ചോ അവർ ടൈപ്പ് ചെയ്തുണ്ടാക്കിയതാണ്. കോടതി ഇപ്പോൾ വളരെ നിർണായകമായി വൈകിട്ട് 2 അടിച്ചിട്ട്, വൈകിട്ടോ എപ്പോഴാണെങ്കിലും വണ്ടി ഓടിച്ചു പോകുന്ന നമ്മുടെ പ്രേക്ഷകരിലുള്ള ആളുകൾക്ക് സന്തോഷം കിട്ടുന്നൊരു വാർത്തയാണ്. നിങ്ങളെ പോലീസ് പിടിച്ചാൽ ബ്രീത്ത് അനലൈസർ ഊതാൻ പറഞ്ഞാൽ ഊതണം കേട്ടോ. ABC പറഞ്ഞിട്ടുണ്ട് ഊതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് നമ്മളെ തിരക്കി വരരുത്. ഊതുക തന്നെ വേണം. പക്ഷേ ഊതിക്കഴിഞ്ഞാൽ മെഷീനിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ പ്രിൻ്റ് ഔട്ട് മാത്രമേ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മെഷീനിൽ ബീപ്പ് കേട്ടു ഉടനെ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലിരുന്ന് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് നമ്മുടെ കണ്ണൂരിലെ സഖാവിൻ്റെ ബൈക്ക് ഓടിച്ച ആളെ പിടിച്ചത്. കോടതി പറഞ്ഞു നടക്കില്ല. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ വകുപ്പ് 2003 സെക്ഷൻ 6 പ്രകാരം
തെളിവ് വേണം. അല്ലാതെ പോലീസുകാരൻ പറയുകയാണ് ആ മെഷീനിൽ ഊതി ലൈറ്റ് കത്തി ബീപ്പ് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന് മെഷീനിൽ ഊതിയപ്പോൾ മദ്യപിച്ചിരുന്നു, മദ്യപിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തി എന്നതിൻ്റെ തെളിവ് അതിൻ്റെ റെസിപ്റ്റാണ്, പ്രിൻ്റ് ഔട്ടാണ്. റെസിപ്റ്റ് അല്ല, പ്രിൻ്റ് ഔട്ട്. ആ പ്രിൻ്റ് ഔട്ട് ഇല്ലാതെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രാത്രി പോയി രണ്ടെണ്ണം അടിച്ചിട്ട് ആകെ പരിങ്ങിയാണ് പോലീസിനെ കാണുമ്പോഴേ വരുമ്പോഴേ വന്ന് ഊതാൻ പറഞ്ഞ് എൻ്റെ സാറേ വേണ്ട സാറേ മറ്റേതാണ് പോട്ടെ സാറേ ക്ഷമി സാറേ എന്നൊക്കെ പറഞ്ഞ് കുറേ വാചകമൊക്കെ അടിക്കും. ഊതറ എന്ന് പറഞ്ഞിട്ട് ഊതിക്കും. അങ്ങനെ ഊതി കഴിയുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കേണ്ട, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്കൊരു അവകാശമുണ്ട്. ആ പ്രിൻ്റ് ഔട്ട് ഇല്ലാതെ കേസെടുത്താൽ കേസ് ഊരിപ്പോരുമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. സിനുവിന് എന്ത് തോന്നുന്നു? ഇങ്ങനെ എടുത്താൽ മാത്രമേ ഇത് തെളിവാവുള്ളൂ ആർക്കും അറിയത്തില്ലല്ലോ. ഇതൊരു പുതിയൊരു അല്ല, പ്രിൻ്റ് ഔട്ട് ഉണ്ടെന്ന് സിനുവിന് അറിയായിരുന്നോ? ഇല്ല, എനിക്കറിയില്ല. അല്ലേ ഞാനിതൊരു അങ്ങനെ ചെന്ന് പെട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ പ്രിൻ്റ് ഔട്ടിൻ്റെ കാര്യം സാധാരണ ഇതിൽ ആർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ബീപ്പ് കത്തിയാൽ ഓക്കെ പിടിച്ചു, ആ സങ്കല്പം പിന്നെ ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു. അതിപ്പോൾ മാറി. പ്രിൻ്റ് ഔട്ടിൻ്റെ കോപ്പി എനിക്ക് വേണം എന്ന് ചോദിച്ചാൽ തരുമെന്ന് അറിയത്തില്ല. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു കാണിക്കാന്ന് പറയാം. കാണിക്കാം, പ്രിൻ്റ് ഔട്ട് ഉണ്ടോ, നിങ്ങൾ ഊതിച്ചു ശരി, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. പ്രിൻ്റ് ഔട്ട് കോടതിയിൽ കേസിനൊപ്പം ഹാജരാക്കണമെന്നാണ് ഇന്നലത്തെ ഹൈക്കോടതി. ഇനിയിപ്പോൾ വേറൊരു രസകരമായ ഒരു കാര്യം പറയാം. കാരണം നമ്മുടെ നാട്ടിൽ വാർദ്ധക്യ പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, തൊഴിലില്ലായ്മ വേതനമുണ്ട്, അല്ലേ? അതെ. കർഷകർക്ക് നരേന്ദ്രമോദി കൊടുക്കുന്ന 6000 രൂപയുണ്ട്. ഇങ്ങനെ പല പരിപാടികളുണ്ട്. പാവപ്പെട്ട പുരുഷന്മാർക്ക് എന്തുണ്ട്? ഒന്നുമില്ല. ആഴ്ച 2 കുപ്പി ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്താ? കേരളത്തിലോ എവിടെയാണേലും അതൊരു വലിയ മാറ്റമായിരിക്കും. കാരണം ആണുങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? ആണുങ്ങളല്ലേ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അധ്വാനിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും സ്ത്രീകൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പണിയെടുക്കുന്നവരിൽ ഭൂരിപക്ഷം ആരാ? പുരുഷന്മാരാണ്. അവർ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ വൈകിട്ടത്തെ പരിപാടികൾ സാർത്ഥകമാക്കാൻ ആഴ്ചയിൽ 2 കുപ്പി വെറുതെ പ്രലോഭനമായിരിക്കും. കിട്ടിയാൽ കൊള്ളാമോ? കിട്ടിയാൽ നല്ല പരിപാടിയായിരിക്കും. ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടും. ഇതിനു വേണ്ടി ഇങ്ങനൊരു ആവശ്യം സുധീരം സധൈര്യം ഉന്നയിക്കാൻ വേണ്ടി ഒരാളുണ്ടായിട്ടുണ്ട്. വെറുതെ ആളൊന്നുമല്ല, MLA ആണ്. കാരണം സ്ത്രീകൾക്ക് കൊടുക്കാം. വിവിധ സർക്കാരുകൾ, കർണാടക, കേരളത്തിലില്ലല്ലേ സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യമൊന്നുമില്ല. വിധവാ പെൻഷൻ മാത്രമേ ഉള്ളൂ. വാർദ്ധക്യ പെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മറ്റ് പല ഡൽഹിയിലാണേലും സ്ത്രീകൾക്ക് വേണ്ടി, മഹാരാഷ്ട്രയിലാണേലും സ്ത്രീകൾക്ക് വേണ്ടി 2000 രൂപയൊക്കെ മാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. ഞങ്ങൾ പുരുഷന്മാർക്കും ഇത് ആവശ്യമുണ്ട് എന്ന് പറയാൻ ഈ നാട്ടിലെ പുരുഷ അസോസിയേഷന് പോലും കഴിയുന്നില്ല. ആ സന്ദർഭത്തിലാണ് ഒരു മഹാനായ MLA ആവശ്യപ്പെട്ടിരിക്കുന്നു. MD കൃഷ്ണപ്പ, ജനതാദളിൻ്റെ എസിൻ്റെ MLA കർണാടക അസംബ്ലിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആഴ്ച 2 കുപ്പി വീതം ആർക്ക് തരണം? ആണുങ്ങൾ തരണം. അപ്പം ജനപ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, പുരുഷ ജനപ്രതിനിധി. അപ്പോൾ കൃഷ്ണപ്പയുടെ പടം കിട്ടിയിട്ടില്ല. പടം ഉണ്ടായിരുന്നത് കാണിക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ ആരാധനാപൂർവ്വം ഉള്ളിൽ നോക്കാമായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ മുകേഷിനൊക്കെ വേണമെങ്കിൽ ഈ ആവശ്യം ഉന്നയിക്കാവുന്നതാണ്. പക്ഷെ പിന്നീട് മുകേഷ് മത്സരിക്കാൻ പറ്റുമോ അറിയത്തില്ല. എന്ത് ആളുകൾ ഇവിടെ കേരളത്തിലൊക്കെ ഇങ്ങനെ പറയാൻ ഒരു ആർജവമുള്ള രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് പറയുന്ന ആർജവമാണല്ലേ? അതൊരു ഭയങ്കര ആർജവം വേണം. വോട്ട് കിട്ടത്തില്ലേ? ആളുകൾ മുഴുവൻ വോട്ട് കിട്ടുക. ആഴ്ച 2 കുപ്പി ഫ്രീ. ആണുങ്ങൾ മൊത്തം വോട്ട് ചെയ്യും. പെട്രോളിന് അതിൻ്റെ പേര് 10 രൂപ കൂട്ടിയാൽ പിണറായിക്ക് ലാഭമാണ്. കാശ് കൂടുതൽ ഇത്രയും പൈസ വേണ്ടി വരുന്നില്ല 2 കുപ്പി കൊടുക്കാൻ. കാരണം ഈ കള്ളിൻ്റെ വില നിശ്ചയിക്കുന്നത് പിണറായി ആണല്ലോ. കാരണം 50 രൂപയുടെ സാധനം 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പം ഒരു എല്ലാവർക്കും സൗജന്യമായി 2 കുപ്പി ആഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് 10 രൂപ ഡീസൽ പെട്രോളിന് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും ഒരു പരാതി ഉണ്ടാവത്തില്ലായിരിക്കും. ആഴ്ച 2 കുപ്പി കിട്ടുന്നതല്ലേ? 18 വയസ്സ് കണ്ടീഷൻ വെക്കണം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. എങ്കിൽ 2 കുപ്പി ജവാനായാലും മതി. എന്തായാലും 2 എണ്ണം ഫ്രീ. വലിയ ജനപ്രിയ തീരുമാനമായിരിക്കും. അടുത്ത പ്രാവശ്യം കേരളത്തിലാണെങ്കിലും എവിടെയാണേലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും. പക്ഷേ കൃഷ്ണപ്പ ഇത് പറഞ്ഞിട്ട് വേറൊന്നും പറഞ്ഞു. അതായത് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ ഒരുപാട് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണല്ലോ. 36,500 കോടി രൂപയാണ് കഴിഞ്ഞ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് കർണാടക സർക്കാർ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ ബസ് യാത്ര. അതോടെ KSRTC എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അവരുടെയാണ്. KSRTC എന്നുള്ള ആ ലോഗോ, ആ പേര് കർണാടകയ്ക്ക് അവകാശപ്പെട്ടതെന്ന് കോടതി വിധിയുണ്ട്. നമ്മൾ പിന്നൊരു സന്തോഷത്തിന് അവരുടെ ദയ കൊണ്ട് വെച്ചുകൊണ്ട് നടക്കുകയാണ്. KSRTC വലിയ ബാധ്യതയിലാണ്. ഇപ്പോൾ 624 കോടി രൂപ PFൻ്റെ ജീവനക്കാരുടെ പ്രോവിഡൻറ്റ് ഫണ്ട് കുടിശ്ശിക അടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം കർണാടക KSRTC ഇപ്പോൾ വാടകയെടുത്തു. 36,500 കോടി രൂപയോളം മാസം ഈ മാസമല്ല ഒരു വർഷം ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി
വാഗ്ദാനം, തിരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയും ജയിക്കാൻ എല്ലാവർക്കും ക്ഷേമം എന്നും പറഞ്ഞ് പ്രഖ്യാപിക്കും, കറണ്ട് ചാർജ് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്തു? ബസ് ചാർജ് കൂട്ടി. സ്ത്രീകൾക്ക് ഫ്രീ ആക്കി, ആണുങ്ങൾക്ക് ഇരട്ടിയാക്കി. അപ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആക്കിയിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം സ്ത്രീകളുടെ വീട്ടിലുള്ള ആണുങ്ങളുടെ കാശ് കൂട്ടി. ഒരു മിനിമം ചാർജ് 10 രൂപയായിരുന്നു, ആണുങ്ങൾക്ക് 20 രൂപയാക്കി. എന്നിട്ട് അയാൾ ഭർത്താവിന് 20 രൂപയ്ക്ക് ഭാര്യയ്ക്ക് ഫ്രീ ആക്കി. 10 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റ് ഭാര്യയ്ക്ക് ഫ്രീ ആണോ? അല്ല. 2 പേരുടെ പോകുമ്പോൾ 20 രൂപ ആവത്തുള്ളായിരുന്നു. ഇപ്പോഴും 20 രൂപ, ഭർത്താവ് കൊടുക്കുന്ന 20 രൂപ, ഭാര്യ ഫ്രീ ആണ് എന്ന് പറയുന്ന പോലെയാണ് കർണാടക നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഇതിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കൃഷ്ണപ്പ പകുതി തമാശയും പകുതി കാര്യവുമായിട്ട് പറഞ്ഞത്. എന്താണ്? ആണുങ്ങൾക്ക് ആഴ്ചയിൽ 2 കുപ്പി ഫ്രീ ആയിട്ട് തരണം സിദ്ധരാമയ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജനിക്കുവാണെങ്കിൽ കർണാടക ജനിക്കണമായിരുന്നു, ഇങ്ങനെ തീരുമാനം നടപ്പായാൽ എന്ന് കേരളത്തിലുള്ള ആളുകൾ ആഗ്രഹിക്കും. ഇപ്പം തന്നെ പുരുഷന്മാരാഗ്രഹിക്കും. ഇപ്പം തന്നെ നമ്മുടെ ആളുകൾ ഈ ഡീസലും പെട്രോളും അടിക്കാൻ വേണ്ടി കണ്ണൂരുള്ളവർ തലശ്ശേരിയിൽ നിന്ന് മാഹിക്ക് പോകും, കാസർഗോഡുള്ളവർ നേരെ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് പോയിട്ട് മംഗലാപുരം വരെ ഒന്നും പോകണ്ട, അതിന് മുമ്പ് പെട്രോൾ പമ്പുള്ളൂ, അവിടെ പോയി അടിച്ചാൽ ലിറ്ററിന് 10 രൂപയൊക്കെ ലാഭമുണ്ട് എന്ന് പറയുന്നത് പോലെ ജനിക്കുവാണെങ്കിൽ കർണാടകയിൽ ജനിക്കണം എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള MD കൃഷ്ണപ്പയുടെ ഒരു ശ്രമമാണ് ഇന്നലെ കണ്ടത്. ഏതായാലും വൈകിട്ടത്തെ പരിപാടി ഉഷാറായിട്ട് നടക്കട്ടെ. വെറുതെ തള്ളിയതാണ്, ഒരു കൗതുകരമായൊരു വാർത്ത കണ്ടപ്പോൾ പറഞ്ഞതാണ്. 2 വാർത്തകളും രസകരമായി തോന്നി. നമ്മൾ ഭയങ്കര കടുകട്ടിയായ രാഷ്ട്രീയം മാത്രം പറയുകയല്ലേ, അപ്പോൾ അതിനിടയ്ക്ക് രസകരമായ ഒരു കാര്യം പറയുക, ഇതൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവുക. ഈ ഭയങ്കര ഹാർഡ് കോർ പൊളിറ്റിക്സ് കേട്ട് തല മരച്ചിരിക്കുമ്പോൾ കുറച്ച് സന്തോഷം വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.